മണിപ്പൂരിലെ ചിത്രങ്ങൾ മാറി മറിയുകയാണ്. രാഷ്ട്രപതി ഭരണത്തിലായി എന്നറിയാം. പക്ഷേ എത്ര നാൾ മുമ്പോട്ട് പോകും, ഇനി എന്തായിരിക്കും അവിടെ BJP എടുക്കാൻ പോകുന്ന നിലപാടുമാണ് നമുക്കിനി അറിയേണ്ടത്. മണിപ്പൂർ തീർച്ചയായിട്ടും ഈ പ്രസിഡന്റ് ഭരണം ഒരു കൂളിംഗ് പീരീഡ് മാത്രമാണ്. ഇത് പ്രസിഡന്റ് ഭരണത്തിൽ തുടർന്ന് അങ്ങനെ പോകില്ല. ഇപ്പൊ തന്നെ അത് പ്രസിഡന്റ് ഭരണം ഇല്ലാതെ കൊണ്ടുപോകാൻ നോക്കിയതാണ്. പക്ഷേ BJPക്ക് അകത്ത് തന്നെ പലരുടെയും ഈ സമ്മർദ്ദമുണ്ട്. മുഖ്യമന്ത്രിയാകാനായിട്ട് 3 മന്ത്രിമാരും ഒരു സ്പീക്കറും അടക്കം നിൽക്കുന്നു. ഈ ബൈരോൺ സിംഗിനെ താഴെ ഇറക്കാനായിട്ടൊരു ഗ്രൂപ്പ് നിൽക്കുന്നു. അപ്പൊ അവിടെ ഈ 37 MLA-മാരിൽ തന്നെ ചില സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. 60 അംഗ മന്ത്രിസഭയിൽ 37 പേര് അവരുടെ തന്നെ ഭൂരിപക്ഷം അവർക്ക് നിലവിലുണ്ട്. പിന്നെ NPF എന്ന് പറയുന്നത് അവരുമായിട്ട് വളരെ യോജിച്ച് നിൽക്കുക. നാഗ പീപ്പിൾസ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവരും BJP ആയിട്ട് യോജിച്ച് നിൽക്കുന്നവരാണ്. അപ്പം അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഒരു സ്ഥിരത അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുകയാണെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രസിഡന്റ് ഭരണം സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ഇടപെടൽ നമ്മുടെ ഈ കേരളത്തിൽ കേൾക്കുന്ന പോലെ അതൊരു ഒരു ക്രിസ്ത്യൻ ഹിന്ദു സമരമല്ലത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് അല്ല. ഇതൊരു എത്നിക് ഫൈറ്റാണ്. ആ എത്നിക് ഫൈറ്റിൽ പ്രധാനമായിട്ടും അവരുടെ വിഷയങ്ങൾ 3 ഒന്ന് സാമ്പത്തികമായ എക്കണോമിക് ഇഷ്യൂസ്, രണ്ടാമത്തേത് ലാൻഡ് ഇഷ്യൂസ്, ലാൻഡ് റിഫോംസ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഇഷ്യൂസ്, മൂന്നാമത്തേത് ജോബ് റിസർവേഷൻ. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ കുക്കികൾ മേദികൾ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വിഷയം അതാണ്. ഈ മേദികളുടെ ഒരു വിഭാഗത്തിനെ ക്രിസ്ത്യൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആ വക ചേരിപ്പോരുകളൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടേ ഉണ്ട്. ഇപ്പോഴും അതിലിടയ്ക്ക് ഈ മതം മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രശ്നം ഒരു മതപ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ 2 വിഭാഗങ്ങൾ, അതായത് ഗോത്രവർഗ വിഭാഗങ്ങൾ, കുക്കികൾ മേദികൾ തമ്മിലുള്ള ഒരു സംഘടനയാണ്. ഇതിനകത്ത് ചൈനയും മ്യാൻമാർക്കും, കൂടുതൽ മ്യാൻമാറാണ് അവരിതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ചൈനയും ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നു. അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. എന്നിട്ട് റോക്കറ്റുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഒരു മെഷീൻ ഗണ്ണുകൾ, റോക്കറ്റുകളൊക്കെയാണ്, അല്ലാതെ അമ്പും വില്ലും അല്ല ഈ ട്രൈബൽസ് തമ്മിലുള്ള വാറിൽ നടക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ മിസൈൽ, ചെറിയ മിനി മിസൈലാണ് ഈ റോക്കറ്റ് എന്ന് പറയുന്നത്, അത് വിക്ഷേപിക്കുന്നു. അങ്ങനത്തെ ഒരു സംഘടനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് പിടിച്ചടക്കണം, അതിർത്തി ക്ലിയർ ആക്കണം, ഫോഴ്സിനെ നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന് കേന്ദ്രം വളരെ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ്. അത് BSF ഉൾപ്പെടെയുള്ളവർ ആ ബോർഡർ സെക്യൂരിറ്റി ഒന്ന് ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഈ കുക്കികളും മേദികൾ ഈ ഇംഫാലിന്റെ തീരെ കുന്നിന്റെ ചെരുവുകളിലാണ് സാധാരണ, ആ താഴ്വാരങ്ങളിലാണ് ഈ മേദികളുടെ പ്രധാനപ്പെട്ട പ്രദേശമെങ്കിൽ കുക്കികൾ ചെറിയ ചെറിയ മലകൾ, കുന്നുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അവരുടെ സെറ്റിൽമെന്റ്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഫോഴ്സ് നിൽക്കുകയാണ്, നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ് നിൽക്കുകയാണ്. ആ സെക്യൂരിറ്റി ഫോഴ്സിനെ പോലും അതിജീവിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും സംഘടന നടന്നത്. ഈ റോക്കറ്റുകളൊക്കെ അതാണ് പ്രധാനമായിട്ട് വിടാനുള്ള കാരണം. അതിന്റെ ഇടയ്ക്ക് ആൾ നിന്നാൽ പോലും അവർ അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ വിദേശ ഇടപെടൽ കാരണം അവർക്ക് പലവിധ സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു ബോർഡർ ഇഷ്യൂ കൂടെ ആണ്. ഇപ്പൊ പഞ്ചാബിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഞ്ചാബ് ബോർഡർ സ്റ്റേറ്റ് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് അശാന്തി സൃഷ്ടിക്കുന്നെങ്കിൽ കിഴക്ക് ഭാഗത്ത് മണിപ്പൂർ അശാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് അതൊരു വ്രണമായിട്ട് മാറരുത്. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ശക്തമായ നീക്കത്തിനുള്ള തുടക്കവും ഒരു കൂളിംഗ് പീരീഡുമാണ് ഈ പ്രസിഡന്റ് ഭരണം. പക്ഷേ ഈ പ്രസിഡന്റ് ഭരണം വന്നു കഴിഞ്ഞാൽ അതൊരു 6 മാസം വരെ പോകും. അതെ. പക്ഷേ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടും. എന്നാലും അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടണമല്ലോ, ശാശ്വത പരിഹാരം. ആ ശാശ്വത പരിഹാരത്തിനാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് ഭരണം വെച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിന് കൂടുതൽ ഇടപെടാൻ കഴിയുക, എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമുകൾ അവിടെ വന്നിട്ട് ആ ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ. ഇപ്പോ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മേദികളുടെ നേതാവാണ് ബൈരോൺ സിംഗ്. അപ്പൊ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻ, അദ്ദേഹത്തിൽ കൂടെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയെ കവച്ചു വെച്ചോണ്ടേ കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇടപെടാൻ പറ്റില്ല. അപ്പോ ഇപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം വന്നതോടുകൂടി അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഒരു മധ്യസ്ഥൻ വേണ്ടാന്നുള്ളത് വരും. അതായത് ഭരണത്തിലിരിക്കുന്ന ഒരു മധ്യസ്ഥൻ വേണ്ടാന്ന് വരും. അപ്പോ മുഖ്യമന്ത്രി മേദികളുടെ ആളാണ്,
അതുകൊണ്ട് ഞങ്ങൾ അയാളോട് യോജിക്കുന്നില്ല എന്ന് കുക്കികൾ പറയുന്നതിനെയൊക്കെ ഒന്ന് അതാണ് ഞാൻ പറഞ്ഞത് കൂളിംഗ് പീരീഡ്. കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ടീമിന് ആ ഇഷ്യൂ എന്താണ്, ഇഷ്യൂ മാത്രം പറയുക എന്ന് പറഞ്ഞ് ഇടപെടാനായിട്ട് ഒരു സന്ദർഭം കിട്ടും. ഈ കുക്കികളുടെ ഏറ്റവും വലിയൊരു ആവശ്യം ഈ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അത് BJP-യിലും കുക്കികളുടെ MLA-മാരുണ്ട്. ഭൂരിപക്ഷം അല്ല എങ്കിൽ പോലും അവരും ഈ 37-ലുണ്ട്. അപ്പൊ ആ വെളിയിൽ നിൽക്കുന്ന കുക്കികളും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ആളെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. അപ്പൊ ഈ മുഖ്യമന്ത്രി തർക്കവും ഭരണത്തിന്റെ കൈമാറ്റവും എല്ലാം വലിയ പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം പ്രസിഡന്റ് ഭരണം വരുന്നതോടുകൂടി നിൽക്കുകയും റിയൽ ഇഷ്യൂവിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിങ്ങളുടെ എക്കണോമിക് ഇഷ്യൂ പറ, നിങ്ങളുടെ ലാൻഡിന്റെ ഇഷ്യൂസ് പറ, നിങ്ങളുടെ ജോബ് പ്രശ്നം പറ, അതിലെ കോട്ട നിശ്ചയിക്കുന്ന കാര്യം പറ, അല്ലെങ്കിൽ നിങ്ങളെ ട്രൈബൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് പറ, SC/ST ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് പറ, അതിലെന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ടും തന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ഇതിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് പ്രസിഡന്റ് ഭരണം പാടില്ല എന്നാണ്. അതിന്റെ കാരണം എന്നറിയാമോ? പ്രസിഡന്റ് ഇല്ലാതിരുന്നാലേ ഈ ബൈരോൺ സിംഗ് അവിടെ നിൽക്കുകയും കുക്കികൾ ബൈരോൺ സിംഗിന് അഗൻസ്റ്റ് ആവുകയും മേദികളിൽ ഒരു വിഭാഗം ഇപ്പം അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. 3 മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരും ഒരു സ്പീക്കറും പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഉടുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഉടുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടെ ഉണ്ട്. രാഷ്ട്രീയ പ്രശ്നം പ്രസിഡന്റ് ഭരണം വരുന്നതോടുകൂടി രാഷ്ട്രീയ പ്രശ്നം തൽക്കാലം ഒന്ന് സ്വിച്ച് ഇടാൻ പറ്റും. അങ്ങനെ സ്വിച്ച് ഇടാതിരിക്കാനാണ് കോൺഗ്രസ് പറയുന്നത് പ്രസിഡന്റ് ഭരണം പാടില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, അവർക്ക് നീണ്ടുപോകണം, അവർക്ക് ഇതിങ്ങനെ അടി നീണ്ടുപോകണം. അപ്പൊ അടി നീണ്ടുപോകുന്നതിനനുസരിച്ച് BJP-ക്കകത്തും പലവിധ സ്പ്ലിറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, അവിടെയും അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് മുതലെടുക്കുക എന്നുള്ളതാണ്. അവരിപ്പോ ഒരു അവിശ്വാസ പ്രമേയം വരെ കോൺഗ്രസ് കൊണ്ടുവന്നു. അപ്പൊ ആ അവിശ്വാസ പ്രമേയത്തിന്റെ സമയം ആകുന്നതിന് മുമ്പേ ഇത് പിരിച്ചുവിട്ടതാണ്. അവിശ്വാസ പ്രമേയം വന്നാൽ ചിലപ്പോൾ ഇവിടെയുള്ള ചിലരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും BJP-ക്ക് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 37 അങ്ങനെ കുറച്ച് നിൽക്കുമോ, അതിലാരെങ്കിലുമൊക്കെ കാല് മാറി എന്തെങ്കിലും ചെയ്യുമോ? കാല് മാറിയാൽ കൂറുമാറ്റ നിയമം വരും, എന്നാൽ പോലും തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. BJP-യുടെ നീക്കം ഇവിടെ വളരെ ഇനിയും തന്ത്രപ്രധാനമായിരിക്കണം എന്നുള്ളതാണ്. വളരെ തന്ത്രപ്രധാനമായിരിക്കണം. കാരണം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇത്ര നാൾ പറയുന്ന പ്രധാനമന്ത്രി 2023 ഇലക്ഷന് ശേഷം പ്രധാനമന്ത്രി ഇന്ന് വരെ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ അവിടെ സന്ദർശിക്കാനും അവിടെ ഒരു പാക്കേജ് തന്നെ മുൻപോട്ട് വയ്ക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരു മുഖ്യമന്ത്രി ഇലക്ഷനിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കംഫർട്ടബിൾ മെജോറിറ്റി ഇപ്പോൾ ഉണ്ട്. പിന്നെ നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ സപ്പോർട്ടും ഉണ്ട്. അല്ല, 23-ലല്ലേ തെരഞ്ഞെടുപ്പ്? 23 ഇനിയിപ്പം ഇനിയുണ്ടല്ലോ ഒരു സമയമുണ്ട്. 27 വരെ സമയമുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് അത് 28 വരെ സമയമുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഇനിയും ഭരിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ഭൂരിപക്ഷത്തിൽ തന്നെ കൊണ്ടുപോയി. ഇപ്പൊ ഒരു ഇലക്ഷൻ നടന്നാൽ എനിക്ക് തോന്നുന്നത് അത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുപോലെയോ അല്ലെങ്കിൽ കോൺഗ്രസിന് ചിലപ്പോൾ അപ്പർ ഹാൻഡ് കുറച്ച് വരാൻ. അല്ല, ഈ അരക്ഷിതാവസ്ഥയിലേക്ക് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള തെരഞ്ഞെടുപ്പിനുള്ള സ്കോപ്പ് ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ പോലും ഇപ്പൊ അതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ യുദ്ധം പോലെ സമാധാനമായ സിറ്റുവേഷൻ നടക്കുന്നിടത്തേ അവിടെ എങ്ങനെ ഇലക്ഷൻ നടന്നേ? 250 പേരോളം മരണപ്പെട്ടു. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി. എവിടെ പോയി, എങ്ങനെ പോയി, എവിടെ ഉണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ കൂടെ നിന്ന വീട്ടിലെ അംഗം മരിച്ചിട്ടില്ല, പക്ഷെ എവിടെ പോയി, അവർ പിടിച്ചോണ്ട് പോയോ, ഇവർ പിടിച്ചോണ്ട് പോയോ, മറ്റേ കാട്ടിലുണ്ടോ, ഈ കാട്ടിലുണ്ടോ, ആ കുന്നിലുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു എത്നിക് ഇഷ്യൂ ആണ്. ആ എത്നിക് ഇഷ്യൂവിനെ നമ്മുടെ പ്രതിപക്ഷവും ഒക്കെ അത് വഷളാക്കി വേറൊരു വിധത്തിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒന്നും അവിടെ എത്തിയില്ല എന്ന് പറയുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഒരു അരക്ഷിതാവസ്ഥയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അത് അവർ എത്തില്ലല്ലോ. കാരണം അവർ പ്രധാനമന്ത്രി എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്തുള്ളൂ. അവിടെ പോയി വീണ്ടും നാശമാക്കാനാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇമേജിനും കൂടെ മോശമല്ലേ ഇത്? പ്രധാനമന്ത്രി അവിടെ പോയി സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ആദ്യം ഉണ്ടാക്കണം. അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ 2 വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു സമവായം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അവരാണെങ്കിൽ സുപ്രീം കോടതിയിൽ കുക്കികളുടെ ഒരു മതസംഘടന, മതമല്ല അവരുടെ ആ ഗിരിവർഗത്തിന്റെ ഒരു സംഘടന സുപ്രീം കോടതി കൊണ്ടൊരു കേസ് കൊടുത്തിരിക്കുകയാണ്.
അതിൽ ഈ ബൈരോൺ സിംഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇയാൾക്ക് അവിടുത്തെ ഈ പിന്നെ വംശീയ കലാപത്തിൽ വലിയ പങ്കുണ്ട്, അയാൾ അതിൽ പാകിസ്ഥാൻ ലൈൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെയ്ദികൾക്ക് അനുകൂലമായിട്ട് ചില സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എവിഡൻസ് കുറെ വീഡിയോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ലീക്കായ കുറെ വീഡിയോ. ആ വീഡിയോ പിന്നെ നോക്കാനായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് വിലയിരുത്താനായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അന്തരീക്ഷം അത്ര സുഖമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. അത് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായാൽ പോലും പിന്നീട് അത് ഭാവിയിൽ പൊട്ടിത്തെറിക്കാനുള്ള. തീർച്ചയായിട്ടും ഇത് 2018 മുതൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. 2018 ഇതൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു, മനസ്സിലായില്ലേ? അതിനുശേഷം പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് മിഷണറിമാരെ അവിടെ അയച്ചു. അന്ന് മുതലേ ഇത് പ്രശ്നമാണ്. അവര് ഹിന്ദു രാഷ്ട്രമായിട്ട്, അവിടുത്തെ രാജാവ് ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. രാജാവ് ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പൊ അവിടെ മതപരിവർത്തനം അന്ന് തുടങ്ങി. അന്ന് മുതൽ പല പ്രശ്നങ്ങളുണ്ട്, ക്ലാഷുകളൊക്കെ ഉണ്ട്. അതെല്ലാം പക്ഷേ സ്വാതന്ത്ര്യത്തിനോട് കൂടി അതൊരുവിധം കെട്ടടങ്ങിയതാണ്. സ്വാതന്ത്ര്യത്തിന് 49 അവര് ഇന്ത്യയുമായിട്ട് ലയിച്ചു. മണിപ്പൂർ ഒരു രാഷ്ട്രമായിരുന്നു, പ്രത്യേകം ഒരു ഹിന്ദു രാജാവിന്റെ കീഴിലായിരുന്നു. അപ്പൊ അവര് പട്ടേലിനോടൊക്കെ എഗ്രി ചെയ്ത് 49 നമ്മളുമായിട്ട് ലയിച്ചു. ലയിച്ചപ്പോൾ പറഞ്ഞ ഈ ട്രൈബൽ പദവി അതൊന്നും ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദങ്ങൾ. ഞങ്ങളുടെ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ പിന്നെ ഭൂവിഭാഗത്തിനുള്ള വിഹിതം നമുക്ക് കറക്റ്റായിട്ടുള്ള കിട്ടുന്നത്, എക്കണോമിക് ബെനിഫിറ്റ് കറക്റ്റായിട്ടുള്ള കിട്ടുന്നത്. ഈ തർക്കം ഇത് 18ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. 18ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മുതൽ, 18ാം നൂറ്റാണ്ടിന്റെ ഒരു അവസാന ഭാഗം മുതൽ തുടങ്ങിയാണ്. ഇതൊരു ഇന്ദിരാഗാന്ധി എത്രയോ പ്രാവശ്യം ഇതിന് ശ്രമിച്ചതാണ്. ഇന്ദിരാഗാന്ധി പ്രത്യേക ഫോഴ്സിനെ തന്നെ ഇതിനായിട്ട് നിയോഗിക്കുകയും അവിടെ ബോംബ് വർഷിക്കുന്ന പോലെ അവിടെ പിന്നെ നമ്മുടെ ആർമിയെ കൊണ്ട് തന്നെ ഇടപെടുത്തുകയൊക്കെ ചെയ്തതാണ്. അതൊന്നും കൊണ്ട് ഫലവത്തായില്ല എന്നുള്ളതാണ് സത്യം. ഇത് നമ്മുടെ ആളുകൾക്ക് ഷോർട്ട് മെമ്മറി ആണല്ലോ. പിന്നെ സാധാരണക്കാരന് ഇത് പലപ്പോഴും ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനുള്ള സമയവും കിട്ടില്ല, അറിയുകയില്ല. മണിപ്പൂർ എന്തായി, മണിപ്പൂർ കത്തുന്നു, മണിപ്പൂരിന് ഇപ്പം പിന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണെന്നുള്ള മട്ടിലാണ് ഇപ്പൊ എല്ലാവരും, നല്ലൊരു വിഭാഗം വിചാരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ചെയ്ത ഒരു പാപമാണ് മണിപ്പൂർ എന്നാണ്. തീർച്ചയായിട്ടും അതല്ല. 2 നൂറ്റാണ്ടിലെ ഒരു പ്രശ്നമാണ്. 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണ്. അപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഇത് പരിഹരിക്കണമെങ്കിൽ വലിയ ഒരു ശ്രമം ആവശ്യമാണ്. ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന പാക്കേജ് പോലും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് ഇന്നലെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. എന്തായാലും നമുക്ക് നല്ല പ്രതീക്ഷ വയ്ക്കാം. കാരണം ഇന്ത്യയുടെ പഴയ ഭരണരീതിയോ പഴയ ഫോഴ്സോ അല്ല. ഇപ്പൊ നമ്മൾ അതിർത്തികളെല്ലാം വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോർഡറുകൾ, പ്രത്യേകിച്ച് കിഴക്കൻ ബോർഡറുകൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബിന്റെ പ്രശ്നം, ഖാലിസ്ഥാൻ പ്രശ്നം, ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മണിപ്പൂർ പ്രശ്നം അതുപോലെ തന്നെ കത്തുന്ന ഒരു പ്രശ്നമാണെന്നറിയാം. അത് പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് ഈ പ്രസിഡന്റ് റൂള്. ഇതിലുണ്ടാകുന്ന പാക്കേജ് ഒരു പക്ഷേ മണിപ്പൂരിനെ ശാന്തമാക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം വെടിനിർത്തൽ എന്തായാലും ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.